ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. ഇത് ആക്ച്വലി ഒരു ഹെൽത്തി പാസ്തയാണ്. മൈദയും ചീസും ഒന്നും ഇല്ലാതെ ബീട്രൂട്ട് എല്ലാം ഇട്ട് ഉള്ള ഒരു പാസ്തയാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മളും കഴിക്കുക. കുഞ്ഞുവിനും ഇത് നല്ല ഇഷ്ടമാണ്. ആക്ച്വലി കുഞ്ഞു ജനിച്ച പിന്നെ എല്ലാ സാധനങ്ങളും ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഓൾമോസ്റ്റ് 1.5 years ആയിട്ട് എനിക്ക് ഇത് തന്നെയാണ് പണി. ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഹെൽത്തി വേർഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുക. പിന്നെ പാസ്ത എല്ലാം കഴിച്ച് കഴിഞ്ഞ് പുറത്തു പോകാനായിട്ട് റെഡി ആയിട്ടോ. ഔട്ടിങ്ങിന് പോകാൻ പിന്നെ കുഞ്ഞുവിന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിലാണ് പോയത്. ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് പോവായി എന്നാണ്. ഇവിടെ ഹീരാനന്ദാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർക്കുള്ളത്. ഇത് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ തന്നെ പാർക്കാണ്. ആക്ച്വലി നല്ലൊരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. ഫുൾ ഓഫ് ഗ്രീനറി ആണ്. ഈ മുംബൈയുടെ സിറ്റിയുടെ നടുവിലായിട്ട് ഇങ്ങനൊരു ഗ്രീനറി ഉള്ളൊരു പാർക്ക്. അതും അത്ര തിരക്കില്ല. യൂഷ്വലി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്സ് എല്ലാം സൺഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ പാർക്കിൽ പോകുന്നത്. പക്ഷെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ആക്ച്വലി പണ്ട് ഇവിടെ ബോട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണുള്ളൂ. മുമ്പ് ഇത് നന്നായിട്ട് ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നേ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പോയതാണ്. അന്ന് ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്, അവിടെ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ട്രീ ഹൗസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡ്സ് എല്ലാം ഉണ്ട്. എല്ലാ വീക്കെൻഡ്സിലും കുഞ്ഞുവിനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും കേട്ടോ. കാരണം ബാക്കി ദിവസമൊക്കെ അവൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ ആ പാർക്കിൽ പോകുന്നല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ പറ്റാറില്ല. ഞങ്ങൾക്കും അധികം ടൈം കിട്ടാറില്ല. അതുകൊണ്ട് അവളും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് വീക്കെൻഡ് ഔട്ടിങ്. ഇതേ കണ്ട മീനുകളൊക്കെ ഉണ്ട് കുളത്തിൽ. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. അധികം ബഹളവും തിരക്കൊന്നും ഇല്ലാതെ നമുക്കൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം. കുട്ടീനെയും കൊണ്ട് പോകുമ്പോഴും അവളെ എൻജോയ് ചെയ്യാം. കാരണം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ മീനെയൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ. അവിടെ കുട്ടികളൊക്കെ കളിക്കണ്ടായി. അപ്പോൾ അത് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ബോൾ എടുക്കാൻ പോകുന്നതാണ് കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ തിരികെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. കാരണം ഈവനിങ് ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു പിക്നിക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലേക്ക് പോകാറില്ലേ, സ്നാക്സും എല്ലാം എടുത്തിട്ട്. അതുപോലെ പോയി കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട്. മുംബൈയിലൊക്കെ താമസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് അറിയുന്നത്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ 1 kilometer ഉള്ളൂ. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയി വീട്ടിലേക്ക്. വീട്ടിൽ വന്നിട്ട് പിന്നെ ചോറാണ് കേട്ടോ കഴിച്ചത്. ചോറ്, സാമ്പാർ, തൈര്, അതാണ് കുഞ്ഞുവിന് കൊടുത്തേട്ടോ. ഞങ്ങളും അത് തന്നെയാണ് കഴിച്ചത്. സൺഡേ ആകുമ്പോൾ കുക്കിംഗ് ഒക്കെ കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇന്ന് പുറത്ത് പോയതുകൊണ്ട് അത് നടന്നില്ല. മാത്രമല്ല ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് ധാരാവിയിൽ ഫുഡ് കഴിക്കാൻ പോകണമായിരുന്നു. നമ്മൾ സിനിമകളിൽ മാത്രം കേട്ട് വന്നിട്ടുള്ള ധാരാവി ഒന്ന് കാണണ്ടേ. മുംബൈയിൽ വന്നിട്ട് അതൊന്ന് കാണണ്ടേ. പിന്നെ അവിടുത്തെ ബിരിയാണി നല്ലതാന്ന് പറഞ്ഞിട്ടാണ് പോയേ. ഈ ഹോട്ടലിലാണ് കേട്ടോ പോയേ. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് പോയതാണ്. അപ്പോൾ 8 മണിയാവും ബിരിയാണി വരാമെന്ന് പറഞ്ഞപ്പോൾ പൊറോട്ട കഴിച്ചു ആദ്യം. അത് നന്നായിരുന്നു കേട്ടോ, പൊറോട്ടയും ചിക്കൻ കറിയും. അത് കഴിഞ്ഞ് 8 മണിക്ക് ബിരിയാണി വന്നു. പക്ഷെ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക്. കൂടുതൽ ഇഷ്ടമായത് പൊറോട്ടയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരികെ പോന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.